ഹലോ കൂട്ടുകാരെ, എന്നാണ്ടോ വിശേഷം? ഒത്തിരി ആയില്ലേ നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ട്. അതെ, ഷിജോമോൻ വീഡിയോ ഇടാൻ പറയും, പക്ഷെ ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനോ സൗണ്ട് കൊടുക്കാനോ ഒന്നും സമയം കിട്ടിയില്ല. അപ്പം ഇപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്ന എന്നാന്ന് വെച്ചാൽ കണ്ടു കാണുമല്ലോ അല്ലേ? ഞണ്ടാണേ. നമുക്കൊരു ഞണ്ട് റോസ്റ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഈസി ഒരു റെസിപ്പിയാണേ. അപ്പം ഒരു 2 കിലോ ഞണ്ട് ഷിജോമോൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനിയത്തെ പ്രാവശ്യം ആയിക്കോട്ടെ. അപ്പം അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എണ്ണ ചൂടാക്കി കടുകും ഉലുവായും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ചേറെ ഇഞ്ചി, വെളുത്തുള്ളി വഴറ്റുക. അപ്പം ഞണ്ട് പൊതുവെ ശകലം മധുരമുള്ള ഫ്ലഷാണ് ഞണ്ടിന്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മിക്കവരും സവോള കുറച്ചേ ചേർക്കാറുള്ളൂ. പക്ഷെ എനിക്ക് ഇച്ചിരി ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പിലയും തക്കാളിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇപ്പൊ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്താണ് വഴറ്റുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചിലര് ഞണ്ട് വെള്ളത്തിൽ തിളപ്പിച്ച് പൊളിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ കേട്ട്. അപ്പം ഇത് നമ്മൾ ഞണ്ട് അല്ലാതെ തന്നെ പൊളിച്ചെടുക്കണം, എങ്കിലേ ഉള്ളൂ ഞണ്ട് നമ്മൾ ആ വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ള ആ ഒരു ടേസ്റ്റ് ഒക്കെ, അതെന്താ പറയാ, അതിന്റെ ആ ഒരു ഗുണമെല്ലാം വെള്ളത്തിൽ പോകില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പച്ചയ്ക്ക് പൊളിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇതിന് നമ്മൾ കുറച്ച് മുളക് പൊടി കൂടുതൽ എടുക്കണം. ഇതിന് 2 കിലോ എന്ന് പറയുമ്പോൾ പൊളിച്ചു വരുമ്പോൾ 1 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. ഞണ്ടിന് ചെറിയ പുളിക്ക് പുളിവെള്ളം വേണമെങ്കിൽ ചേർക്കാം, അല്ലെ കുടംപുളി ചേർക്കാം. ഞാൻ തക്കാളിക്ക് എടുത്തുകൊണ്ട് എക്സ്ട്രാ പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇത് നന്നായിട്ട് വഴന്ന് പച്ചമണം മാറുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മസാല ഒന്ന് പിടിച്ചു വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെക്കാം. ഉപ്പ് ഈ സമയത്ത് കറക്റ്റ് പാകത്തിന് നോക്കിക്കോണം. ചില എരിവ് കൂട്ടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞണ്ടിനും ഈ സബോളയ്ക്കും എല്ലാം ഒരു ചെറിയ മധുരമുണ്ട്. ഞാൻ കുറച്ചേറെ കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് ഞാൻ ശരം എരിവ് മുളക് പൊടി കുറച്ചെടുത്തതാണ്. അപ്പം ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വെന്തെടുക്കാം. അപ്പൊ ഈ വെള്ളം പറ്റി ഒന്ന് ഗ്രേവി തിക്കാവുന്ന സമയം നമുക്ക് വേണം. അതുപോലെ തന്നെ ഞണ്ട് കഴിക്കുന്നത് ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. അത് കടിച്ചു പറിച്ചൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ക്ഷമയും വേണം. ക്ഷമയും ഉണ്ടേ മാത്രമേ ഉള്ളൂ നമുക്ക് ഞണ്ട് കറി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ഗ്രേവി ആയിട്ട് ഈ ഒരു പരുവത്തിന് കുരുമുളകും ചേർത്ത് നമുക്ക് എടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ, എളുപ്പമാണ് ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഇനി ഷിജോമോൻ ചിലപ്പോൾ ഞണ്ടും കൊണ്ട് വരുമ്പോൾ മേടിക്കാൻ മറക്കണ്ട കേട്ടോ. മേടിച്ചോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.